പൂജ്യരായ ഗുരുജനങ്ങളെ, സഹൃദയരായ കലാസ്നേഹികളെ, സുഹൃത്തുക്കളെ, തിരുവനന്തപുരം വിസ്മയ ക്രിയേഷൻസിന്റെ പുതിയ നൃത്ത സംഗീത നാടകം വിനയാദരങ്ങളോടെ സഹൃദയ സമക്ഷം സമർപ്പിക്കുന്നു. കലാകേരളത്തിന്റെ അഭിമാന ഭാജനങ്ങളും ഞങ്ങളുടെ സമിതിയുടെ ഗുരുക്കന്മാരും അഭ്യുദയകാംക്ഷികളുമായിരുന്ന നടന കലാനിധി ഡോക്ടർ ഗുരുഗോപിനാഥനും ശ്രീ കീരിക്കാട് ശങ്കരപിള്ളയ്ക്കും നൃത്ത അധ്യാപികയും സമിതിയുടെ കാര്യദർശിയുമായിരുന്ന ശ്രീമതി സരോജ നായർക്കും ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ബഹുമാന്യരെ, വിശ്വസാഹിത്യത്തിന്റെ മഹാത്ഭുതമാണ് മഹാഭാരതം. മനുഷ്യ ജീവിതത്തെ എല്ലാ വൈചിത്ര്യങ്ങളോടും വൈവിധ്യങ്ങളോടും കൂടി അവതരിപ്പിക്കുന്ന നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത് കഥ എന്ന നിലയിൽ മഹാഭാരതത്തിന് വിശ്വസാഹിത്യത്തിൽ പ്രമുഖ സ്ഥാനമാണുള്ളത്. ആയിരക്കണക്കിന് സംഭവങ്ങളും നൂറുകണക്കിന് കഥാപാത്രങ്ങളുമുള്ള മഹാഭാരതത്തിന് സമമായി മഹാഭാരതം മാത്രമേ ഉള്ളൂ. പാണ്ഡവരെ വധിക്കാൻ ദുര്യോധനൻ ചെയ്ത പണികളെല്ലാം പരാജയപ്പെട്ട അവസരത്തിൽ വാരണാവത ഗ്രാമത്തിലെ ഉത്സവം കാണാനെത്തിയ പാണ്ഡവർക്ക് പാർക്കാനായി ദുര്യോധനന്റെ നിർദ്ദേശാനുസരണം പുരോചനൻ പണിതീർത്ത അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട പാണ്ഡവരെ വീണ്ടും ചതിയിൽ കുടുക്കി തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ദുര്യോധനനെ അമ്മാവനായ ശകുനി ഭാരതമലയൻ എന്ന മഹാമാന്ത്രികന്റെ നിഴൽക്കുത്ത് വിദ്യയെക്കുറിച്ച് ഉപദേശിക്കുന്നതും അതിന്റെ അനന്തരഫലങ്ങൾ ഉൾപ്പെടെയുള്ള മഹാഭാരത കഥയിലെ സംഭവ ബഹുലമായ സന്ദർഭങ്ങൾ കോർത്തിണക്കി തിരുവനന്തപുരം വിസ്മയ ക്രിയേഷൻസ് സഹൃദയ സമക്ഷം സമർപ്പിക്കുന്നു നിഴൽക്കുത്ത്. ഞാനൊന്ന് സന്തുഷ്ടനാണ്. ഞാൻ മാത്രമല്ല, ഐരാവതപ്പെടും. നാഗലോകത്തിന് അധീശാധികാരിയായ ഈ കൗരവൻ ഏകമകൾ ഉലൂബി സുമംഗലിയായ സുദിനമാണെന്ന്. മധ്യപാണ്ഡവനും കൗന്ദയനുമായി ലോകൈക വീരൻ അർജുനനെയാണ് രാമാതാവായി ലഭിച്ചിരിക്കുന്നത്. ഇതിലേറെ മഹാഭാഗ്യം നാഗവംശത്തിന് കൈവരിക്കാനില്ല. നവവധൂവരന്മാരായ ഉലൂബിയെയും അർജുനനെയും അനുമോദിക്കാൻ വേണ്ടി ചേർന്നിരിക്കുന്ന ഈ മഹാസഭയിലേക്ക് അവരെ ഐരാവതകുലത്തിന്റെ പേരിൽ, ഈ രാജസ്ഥാനത്തിന്റെ പേരിൽ സർവ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു.
ഗംഗാതലത്തിൽ വെച്ച് ഞാൻ വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ അതിൽ നിന്നൊഴിയാൻ വേണ്ടി അങ്ങ് വിവാഹിതനാണെന്നും ഏതോ പ്രതിജ്ഞയുടെ പേരിൽ ദേശാടനത്തിനിറങ്ങിയതാണെന്നും ഒക്കെ പറഞ്ഞു. ശരിയാണ്. പക്ഷെ എന്റെ വാദമുഖങ്ങളെല്ലാം നീ വിദഗ്ധമായി ഖണ്ഡിച്ച് ഇന്ന് എന്നെ കീഴടങ്ങി. വിശ്വജേതാവായി അങ്ങേ കീഴടക്കാൻ ആർക്കും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുജ്ജന്മ സുഹൃതം കൊണ്ടാകാം എനിക്ക് അങ്ങേ ഭർത്താവായി ലഭിച്ചു. ഞാൻ ഭാഗ്യവതിയാണ്. ഞാനും. ഒരു സന്ദേഹമുണ്ട്. കേൾക്കട്ടെ. പാഞ്ചാലി രാജകുമാരി വരിച്ചത് അങ്ങാണെങ്കിലും എങ്ങനെ പാണ്ഡവർക്ക് 5 പേർക്കും ദ്രൗപദി ഭാര്യയായി? ഏക ഭാര്യാവൃതത്തിന്റെ പേര് പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ച അങ്ങ് ബഹുകർത്തൃത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? പാഞ്ചാലി ഞങ്ങൾക്ക് 5 പേർക്കും ഭാര്യയായി തീർന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ ഒന്ന് പറയാമോ? ആദ്യരാത്രിയിൽ കഥ പറയുന്നതും കേൾക്കുന്നതും ഒരു രസമാണ്, അല്ലേ? മുൻ പരിചയമില്ല. എങ്കിലും അങ്ങയുടെ കഥയായതുകൊണ്ട് കേൾക്കാമെന്ന് മോഹിച്ചെന്നേ ഉള്ളൂ. ഭഗവതി പറഞ്ഞുകൊണ്ട് കൂടാത്ത മനസ്സിലായി. സ്വയംവര പരീക്ഷ ജയിച്ച് പാഞ്ചാലിയെ ഭാര്യയായി വരിച്ചത് ഞാനാണെങ്കിലും ഇതാണ് എന്റെ ആദ്യ രാത്രി. ഞാനിത് വിശ്വസിക്കാം. പക്ഷേ ഇത്രനാൾ കഴിഞ്ഞിട്ടും അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് പറയുന്നത് വിചിത്രമാണ്. എന്റെ സ്വയംവരത്തിന്റെയും തുടർന്നുള്ള ഈ ദേശാടനത്തിന്റെ കഥ കേട്ടാലേ നിനക്ക് ബോധ്യമാവുന്നു. എങ്കിൽ ദയവ് ചെയ്ത കഥകളൊന്ന് പറയും. അരക്കിലത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമുള്ള കഥ മതി. അതുവരെ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. അരക്കിലത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഞങ്ങൾ ഏകചക്രം എന്ന ഗ്രാമത്തിൽ ബ്രാഹ്മണ വേഷധാരികളായി ഒളിവ് ചെയ്യുന്നു. ജീവസന്ധാരണത്തിനുള്ള ഏകമാർഗം ഭിക്ഷാടനമാണ്. ഒരു ദിവസം ഭിക്ഷാടനത്തിനിറങ്ങി ഞങ്ങൾ പാഞ്ചാലി സ്വയംവരത്തെ കുറിച്ച് അറിഞ്ഞ് അങ്ങോട്ട് വിളിച്ചു. മൃഷ്ടാന്ന ഭോജനമായിരുന്നു ലക്ഷ്യം. ആഹാരം തേടി പോയവർക്ക് എങ്ങനെ സ്വയംവര കന്യക സ്വന്തമായി? മത്സര പരീക്ഷയിൽ ജയിക്കുന്നവനെ പാഞ്ചാലി നൽകുകയുള്ളൂ എന്ന വാശിയിലായിരുന്നു പാഞ്ചാല രാജാവ്. മഹാരഥന്മാരായ പലരും മത്സരത്തിൽ പരാജയപ്പെട്ടപ്പോൾ ബ്രാഹ്മണ വേഷധാരിയായ ഞാൻ മത്സരത്തിനിറങ്ങി. യന്ത്രക്കിളിയെ വീഴ്ത്തിയ എനിക്ക് പാഞ്ചാലി സ്വന്തമായി. ഇനിയാണ് കേൾക്കേണ്ടത്. പാഞ്ചാലിയുമായി ഞങ്ങൾ സഹോദരൻ അഞ്ചു ഏകചക്രയിൽ. അമ്മ ഇവരൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ കണ്ടു കിട്ടിയ ഭിക്ഷ പാഞ്ചാലിയാണ്. അതറിയാതെ ആ ഭിക്ഷ ഞങ്ങൾ 5 പേരും തുല്യമായി വിരിച്ചെടുക്കാൻ അമ്മ കൽപ്പിച്ചു. അങ്ങനെ പാഞ്ചാലി ഞങ്ങൾ 5 പേർക്കും ഭാര്യയായി. പാഞ്ചാലി 5 പേർക്കും ഭാര്യയായത് എങ്ങനെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു വർഷം പാഞ്ചാലി ഒരാൾക്കെന്ന ക്രമത്തിൽ മൂപ്പിടമേ അനുസരിച്ച് ഊഴം നിശ്ചയിച്ചു. മത്സര പരീക്ഷയിലൂടെ പാഞ്ചാലിയെ സ്വന്തമാക്കിയ എനിക്ക് അങ്ങനെ 3-ാം ഊഴം തെറ്റിച്ച് പാഞ്ചാലിയുടെ അന്തഃപുരത്തിൽ കിടക്കുന്നയാൾ 1 വർഷം ദേശാടനം നടത്തണമെന്നും വിധിക്കുന്നുണ്ട്. അങ്ങ് ഊഴം തെറ്റിച്ചോ? എന്ന് പറഞ്ഞുകൂടാ, എങ്കിലും എനിക്ക് അങ്ങനെ സംഭവിച്ചു. തസ്കരന്മാർ കവർന്ന ഒരു സാധു ബ്രാഹ്മണന്റെ പശുക്കളെ ഞാൻ വീണ്ടെടുത്ത് കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു. അപ്പോൾ എന്റെ ആയുധങ്ങൾ പാഞ്ചാലിയും മൂത്ത ജ്യേഷ്ഠനായ യുധിഷ്ഠിരനും കൂടി കഴിയുന്ന അന്തഃപുരത്തിലായി. മറ്റൊന്നും ഓർക്കാതെ ആയുധമെടുക്കാൻ അവിടെ ചെന്ന് ഞാൻ വ്യവസ്ഥ തെറ്റിച്ചതിന്റെ പേരിൽ ദേശാടനത്തിന് ബാധ്യസ്ഥനായി. കഷ്ടം. അതേ ഉള്ളൂ. ഞാൻ നിർഭാഗ്യവാനാണ്. സ്വന്തം ഭാര്യയുമായി ഒരു നിമിഷം പോലും സ്വകാര്യ ജീവിതം പങ്കുവയ്ക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. ആ ഭാഗ്യം എനിക്ക് ലഭിച്ചു. നമുക്ക് സന്തോഷിക്കാം. നാം ഇരുവരുടെയും ആദ്യ രാത്രിയാണെന്ന് നമുക്കിത് അവിസ്മരണീയമാക്കാം. അതെ, നമുക്കിത് ആഘോഷിക്കാം. ഈ വസന്ത പൗർണമി, ഈ മദനവനത്തെ.
കാത്തിരിക്കും. നമ്മുടെ ഓമന മകൻ ഇരാവാൻ നിനക്ക് കൂട്ടുന്നുണ്ടല്ലോ. അവന്റെ കുഞ്ഞിക്കളികളും കണ്ടിരിക്കുമ്പോൾ എന്നെ കുറിച്ചുള്ള വിരഹവേദന നീ അറിയുന്നില്ല. അങ്ങയുടെ തനിപ്പകർപ്പാണ് അവൻ അടുത്തുണ്ടെന്ന ഒരു ആശ്വാസം മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ തീർത്ഥാടനം തീർന്നാലുടൻ ഞാൻ തിരിച്ചു വരും. എന്തിനാണെന്നോ, നിന്നെയും എന്റെ മകനെയും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. അതുവരെ എന്റെ ഓമനയ്ക്ക് കാത്തിരുന്നുകൂടെ? കാത്തിരിക്കാം. മോനെവിടെ? ഇരാവ അവനോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരാം. പ്രതീക്ഷിക്കാതൊക്കെയാണ് സംഭവിക്കുന്നത്. ഈ തീർത്ഥയാത്രയിൽ ഇത്തരം ബന്ധങ്ങളുണ്ടാകുമെന്ന് സ്വപ്നയും കരുതിയില്ല. അമ്മയും ദ്രൗപതിയും സഹോദരന്മാരും അറിഞ്ഞാൽ എങ്ങനെയാണാവോ പ്രതികരിക്കുക? ഒരു നിശ്ചയവുമില്ല. അച്ഛൻ തീർത്ഥാടനത്തിൽ പോവുകയാണ്. അത് കഴിഞ്ഞാലുടൻ അശ്വരഥത്തിലൂടെ എത്തി അമ്മയെയും നിന്നെയും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ മോന് വേണ്ടി ഒരു അമ്മൂമ്മ കാത്തിരിപ്പുണ്ട്. നല്ലൊരു അമ്മൂമ്മ. അച്ഛൻ വരുന്നത് വരെ മോൻ അമ്മയെ വിഷമിപ്പിക്കല്ലേ. നീ താമസിക്കില്ല, എനിക്കിവിടെ കരഞ്ഞുകൊണ്ടാണോ യാത്രയാണ്? പടനിലത്തേക്ക് പോകുമ്പോഴും ക്ഷത്രിയ ഭക്തി പാൽപുഞ്ചിരിയോട് കൂടി മാത്രമേ യാത്ര അയക്കാവൂ. എന്റെ ഒരു എന്താ കൊച്ചുകുട്ടിയുടെ പോലെ തിരിച്ചു വരാൻ വേണ്ടിയല്ലേ ഞാൻ പോകുന്നത്. കൃത്യമായി പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ യാത്രയാക്കും. പുഞ്ചിരിക്കൂ. മതി, തൃപ്തിയായി. രാജ്യാഗ്രഹത്തിൽ അനുഗമിക്കാൻ അകമ്പടി ഒരുങ്ങിക്കഴിഞ്ഞു. പുറപ്പെടാം. ഞാനിതാ തയ്യാറായി.
ഗംഗാതലത്തിൽ വെച്ച് ഞാൻ വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ അതിൽ നിന്നൊഴിയാൻ വേണ്ടി അങ്ങ് വിവാഹിതയാണെന്നും ഏതോ പ്രതിജ്ഞയുടെ പേരിൽ ദേശാടനത്തിനിറങ്ങിയതാണെന്നും ഒക്കെ പറഞ്ഞു. ശരിയാണ്. പക്ഷെ എന്റെ വാദമുഖങ്ങളെല്ലാം നീ വിദഗ്ധമായി ഖണ്ഡിച്ച് ഇന്ന് എന്നെ കീഴടങ്ങി. വിശ്വജേതാവായി അങ്ങേ കീഴടക്കാൻ ആർക്കും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുജ്ജന്മ സുഹൃതം കൊണ്ടാകാം എനിക്ക് അങ്ങേ ഭർത്താവായി ലഭിച്ചു. ഞാൻ ഭാഗ്യവതിയാണ്. ഞാൻ ഒരു സന്ദേഹമുണ്ട്. കേൾക്കട്ടെ. പാഞ്ചാല രാജകുമാരി വരിച്ചത് അങ്ങാണെങ്കിലും എങ്ങനെ പാണ്ഡവർക്ക് 5 പേർക്കും ദ്രൗപദി ഭാര്യയായി? ഏക ഭാര്യാവൃതത്തിന്റെ പേര് പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ച അങ്ങ് ബഹുകർത്തൃത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? പാഞ്ചാലി ഞങ്ങൾക്ക് 5 പേർക്കും ഭാര്യയായി തീർന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ ഒന്ന് പറയാമോ? ആദ്യ രാത്രിയിൽ കഥ പറയുന്നതും കേൾക്കുന്നതും ഒരു രസമാണ്, അല്ലേ? മുൻ പരിചയമില്ല, എങ്കിലും അങ്ങയുടെ കഥയായതുകൊണ്ട് കേൾക്കാമെന്ന് മോഹിച്ചെന്നേ ഉള്ളൂ. ഭഗവതി പറഞ്ഞുകൊണ്ട് കൂടാത്ത മനസ്സിലായി. സ്വയംവര പരീക്ഷ ജയിച്ച് പാഞ്ചാലിയെ ഭാര്യയായി വരിച്ചത് ഞാനാണെങ്കിലും ഇതാണ് എന്റെ ആദ്യ രാത്രി. ഞാനിത് വിശ്വസിക്കാം. പക്ഷേ ഇത്രനാൾ കഴിഞ്ഞിട്ടും അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് പറയുന്നത് വിചിത്രമാണ്. എന്റെ സ്വയംവരത്തിന്റെയും തുടർന്നുള്ള ഈ ദേശാടനത്തിന്റെ കഥ കേട്ടാലേ നിനക്ക് ബോധ്യമാവുള്ളൂ. എങ്കിൽ ദേവി ചെയ്ത കഥകളൊന്ന് പറയും. അരക്കിലത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമുള്ള കഥ മതി. അതുവരെ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. അരക്കിലത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഞങ്ങൾ ഏകചക്രം എന്ന ഗ്രാമത്തിൽ ബ്രാഹ്മണ വേഷധാരികളായി ഒളിവ് ചെയ്യുന്നു. ജീവസന്ധാരണത്തിനുള്ള ഏകമാർഗം ഭിക്ഷാടനമാണ്. ഒരു ദിവസം ഭിക്ഷാടനത്തിനിറങ്ങി ഞങ്ങൾ പാഞ്ചാലി സ്വയംവരത്തെ കുറിച്ച് അറിഞ്ഞ് അങ്ങോട്ട് വിളിച്ചു. മൃഷ്ടാന്ന ഭോജനമായിരുന്നു ലക്ഷ്യം. ആഹാരം തേടി പോയവർക്ക് എങ്ങനെ സ്വയംവര കന്യക സ്വന്തമായി? മത്സര പരീക്ഷയിൽ ജയിക്കുന്നവനെ പാഞ്ചാലി നൽകുകയുള്ളൂ എന്ന വാശിയിലായിരുന്നു പാഞ്ചാല രാജാവ്. മഹാരഥന്മാരായ പലരും മത്സരത്തിൽ പരാജയപ്പെട്ടപ്പോൾ ബ്രാഹ്മണ വേഷധാരിയായ ഞാൻ മത്സരത്തിനിറങ്ങി. യന്ത്രക്കിളെ വീഴ്ത്തിയ എനിക്ക് പാഞ്ചാലി സ്വന്തമായി. ഇനിയാണ് കേൾക്കേണ്ടത്. പാഞ്ചാലിയുമായി ഞങ്ങൾ സഹോദരങ്ങൾ 5 ഏകചക്രയിലെത്തി. അമ്മ ഇവരൊന്നും അറിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടു കിട്ടിയ ഭിക്ഷ പാഞ്ചാലിയാണ്. അതറിയാതെ ആ ഭിക്ഷ ഞങ്ങൾ 5 പേരും തുല്യമായി വിരിച്ചെടുക്കാൻ അമ്മ കൽപ്പിച്ചു. അങ്ങനെ പാഞ്ചാലി ഞങ്ങൾ 5 പേർക്കും ഭാര്യയായി. പാഞ്ചാലി 5 പേർക്കും ഭാര്യയായത് എങ്ങനെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു വർഷം പാഞ്ചാലി ഒരാൾക്കെന്ന ക്രമത്തിൽ മൂപ്പിടമ അനുസരിച്ച് ഊഴം നിശ്ചയിച്ചു. മത്സര പരീക്ഷയിലൂടെ പാഞ്ചാലിയെ സ്വന്തമാക്കിയ എനിക്ക് അങ്ങനെ 3-ാം ഊഴം തെറ്റിച്ച് പാഞ്ചാലിയുടെ അന്തഃപുരത്തിൽ കിടക്കുന്നയാൾ ഒരു വർഷം ദേശാടനം നടത്തണമെന്നും വിധിക്കപ്പെട്ടു. അങ്ങ് ഊഴം തെറ്റിച്ചോ? എന്ന് പറഞ്ഞുകൂടാ, എങ്കിലും എനിക്ക് അങ്ങനെ സംഭവിച്ചു. തസ്കരന്മാർ കവർന്ന ഒരു സാധു ബ്രാഹ്മണന്റെ പശുക്കളെ ഞാൻ വീണ്ടെടുത്തു കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു. അപ്പോൾ എന്റെ ആയുധങ്ങൾ പാഞ്ചാലിയും മൂത്തജ്യേഷ്ഠനായ യുധിഷ്ഠിരനും കൂടി കഴിയുന്ന അന്തഃപുരത്തിലായി. മറ്റൊന്നും ഓർക്കാതെ ആയുധമെടുക്കാൻ അവിടെ ചെന്ന് ഞാൻ വ്യവസ്ഥ തെറ്റിച്ചതിന്റെ പേരിൽ ദേശാടനത്തിന് ബാധ്യസ്ഥനായി. കഷ്ടം. അതേ ഞാൻ നിർഭാഗ്യവാനാണ്. സ്വന്തം ഭാര്യയുമായി ഒരു നിമിഷം പോലും സ്വകാര്യ ജീവിതം പങ്കുവയ്ക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. ആ ഭാഗ്യം എനിക്ക് ലഭിച്ചു. നമുക്ക് സന്തോഷിക്കാം. നാം ഇരുവരുടെയും ആദ്യ രാത്രിയാണെന്ന് നമുക്കിത് അവസ്മരണീയമാക്കാം. അതെ, നമുക്കിത് ആഘോഷിക്കാം. ഈ വസന്ത പൗർണമി, ഈ മദനവനത്തിൽ ഹൃദയ
ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഭീരത്വം കൊണ്ടാണെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് കഷ്ടമാണ്. യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ടവർ നീങ്ങിക്കഴിഞ്ഞു. അവരുടെ പടപ്പാളയങ്ങൾ സജീവമായി തുടങ്ങി. നിങ്ങളും അതിനുള്ള കരുക്കൾ നീക്കി കഴിഞ്ഞിരിക്കുകയാണല്ലോ.